നമസ്കാരം. മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് 2014 മുതൽ 2026 വരെ എത്തുമ്പോൾ മോദിക്ക് എക്കാലത്തും വലിയ ഒരു ഉറപ്പ് നൽകിയിരുന്ന ഒന്നായിരുന്നു ജനപിന്തുണ എന്ന് പറയുന്നത്. പക്ഷേ 2019 അതിദയനീയമായി കർഷക സമരം BJPയെ വല്ലാണ്ട് വിലകിട്ടുന്നു. വരട്ടുന്നൊരു സമയത്തിലൂടെ പോകുമ്പോൾ ഏറ്റവും അവസാനം ഒരു നിവൃത്തിയുമില്ലാണ്ട് BJP സർക്കാർ, മോദി സർക്കാർ അതിൽ നിന്നും U-turn അടിക്കുന്നു. അപ്പം ഇത്തരത്തിൽ മോദിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി മോദിയുടെ കരിയറിൽ ഒരു U-turn അടിക്കുന്നത് അത് കർഷകരുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാകുന്നത്. പിന്നീട് 2026 എത്തുമ്പോൾ അതിലും വലിയ പ്രതിസന്ധിയിലോട്ട് പോകുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കപ്പെടുന്നു. അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അതിന് വലിയ വില കൊടുക്കുന്നില്ല. അത് കേട്ട പാതി കേൾക്കാത്ത പാതി അതെല്ലാം തള്ളിക്കളയുന്ന ഒരു പ്രക്രിയയിലോട്ട് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും കടക്കുന്നു. അതിൻ്റെ ഭാഗമായി വലിയ തരത്തിലുള്ള വില പിൽക്കാലത്ത് BJP കൊടുക്കേണ്ടി വന്നു. മറ്റാരുടെയും അല്ല, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിലോട്ട് BJP കടക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അന്ന് തുടക്കത്തിൽ ഈ സമരത്തെ BJP പുല്ലുവില കാണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു സമരത്തിൻ്റെ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രത്യേകിച്ച് CJP എന്ന് പറയുന്ന ക്രോക്കോച്ച് ജനതാ പാർട്ടിയുടെ ആരംഭം തന്നെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു പരാമർശം നടത്തുന്ന യുവാക്കളെക്കുറിച്ച് അവരെ പാറ്റകളോട് ഉപമിക്കുന്നു. ഇത് അമേരിക്കയിൽ നിന്ന് പഠിക്കുന്ന അവിടെ വിദ്യാർത്ഥിയായി അവിടെ വർക്ക് ചെയ്യുന്ന അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന വ്യക്തി കാണുകയും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ CJP ക്രോക്കോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു. അത് പിന്നീട് വലിയ തരത്തിലുള്ള ഇതിലോട്ട് മൂവ്മെൻ്റ് ആവുന്നു. ഒരുപാട് ആൾക്കാർ നിമിഷങ്ങൾക്കകം ലക്ഷങ്ങളുടെ ഫോളോവേഴ്സ് വരുന്നു, ദിവസങ്ങൾക്കകം അത് കോടികൾക്ക് മുകളിൽ പോകുന്നു. അപ്പോൾ ഇത്തരത്തിൽ പെട്ടെന്ന് തുടങ്ങിയ അപ്പോൾ തന്നെ ഇതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. ഇന്ത്യയിലെ യുവാക്കൾ ഈ ഭരണകൂടത്തിനെതിരെ വലിയ തരത്തിലുള്ള അസംതൃപ്തി മനസ്സിൽ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു വിഭാഗമാണ് എന്നുള്ളത്. പക്ഷേ അവർക്കത് തുറന്നു കാണിക്കാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇതെല്ലാം കടിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഇതിന് CJP ഈ പറഞ്ഞ പോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഒരു തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. പിന്നീട് അത് വലിയ തരത്തിലുള്ള കാര്യങ്ങളിലോട്ട് പോകുന്നു. ഏറ്റവും അവസാനം CJയുടെ പരാമർശത്തിൽ നിന്ന് തുടങ്ങി മോദിയുടെ കഴിവുകേട്. കാരണം തുടക്കം വരെ ഇതിന് ഒരു വിലയും കാണാണ്ടിരുന്ന മോദി അവസാനമാണ് മനസ്സിലായത് ഇത് കൈവിട്ട് പോകുന്ന രീതിയിലോട്ടാണ് പോകുന്നത് എന്നുള്ളതും. സ്വാഭാവികമായിട്ടും എക്കാലത്തും CAA NRC വിഷയങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വന്നപ്പോൾ ഡൽഹി സർവകലാശാലയിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പലതരത്തിൽ JNUവിലെ പ്രശ്നം വന്നപ്പം ജാമ്യയിലെ പ്രശ്നം വന്നപ്പം അപ്പോഴൊക്കെ മോദി സർക്കാർ ആ സമരം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ ചുമത്തിക്കൊടുത്ത ഒരുപാട് പട്ടങ്ങളുണ്ടായിരുന്നു. രാജ്യദ്രോഹി, പാകിസ്ഥാനികൾ, തീവ്രവാദികൾ, ഇത്തരത്തിലുള്ള പല പട്ടങ്ങൾ BJP IT സെല്ലുകളും BJPയുടെ പല മുതിർന്ന നേതാക്കന്മാരും ചാർത്തി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഏറ്റവും അവസാനം ഇതും ഈ പറഞ്ഞ പോലെ 2026 ഈ യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ നീറ്റ് പരീക്ഷ പേപ്പറും ചോദ്യപേപ്പറിലെ ചോർച്ചയുമായി ബന്ധപ്പെട്ട സമരത്തിനും ഇത്തരത്തിലുള്ള ഒരു കാര്യം ഇട്ടുകൊടുക്കാനാണ് BJP ശ്രമിച്ചത് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് വിലപ്പോയില്ല എന്നുള്ളതാണ്. കാരണം മറ്റൊന്നുമല്ല, അവിടെ ഈ പറഞ്ഞ പോലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാവരും ഒരുപോലെ സമരത്തിൽ പങ്കുചേരുന്നു. ഭക്ഷണം കഴിക്കാൻ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം വ്യക്തി തന്നെ അവിടെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ അവിടെ ജാതി മത സമവാക്യങ്ങൾക്ക് അതീതമായി മനുഷ്യരായി കാണുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവരുടെ പൊതുവായ പ്രശ്നത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുന്ന ഒരു രീതിയിലോട്ടാണ് സാധനം പോയത്. അവിടെ BJP എക്കാലത്തും പയറ്റി തെളിഞ്ഞ അവരുടെ ജാതി കാർഡ് അല്ലെങ്കിൽ മത കാർഡ് ഇട്ട് കൊടുക്കുന്നു. അതൊന്നും അവിടെ വിലപ്പോയില്ല എന്നുള്ളതാണ് കണ്ടത്. ഏറ്റവും അവസാനം അതിന് വില കൊടുക്കാത്തതിൻ്റെ ഭാഗമായി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ വരെ എത്തിക്കുന്നു. രാജി കൊടുത്തപ്പോഴും പല കാര്യങ്ങളും അവർ CJP നേതാക്കന്മാർ മുമ്പോട്ട് വെച്ചായിരുന്നു. അതിൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ഒന്നായിരുന്നു. മറ്റൊന്ന് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള സമരവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കണം എന്നുള്ളത്. ഏറ്റവും അവസാനമായി ഐഷി ഘോഷിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതായിരുന്നു. CPMൻ്റെ ഓഫീസിൽ കയറി അവരെ അറസ്റ്റ് ചെയ്യാൻ നോക്കുന്നു. പോലീസ് യൂണിഫോം പോലും ഇല്ലാത്ത 2-3 ഉദ്യോഗസ്ഥർ അങ്ങോട്ട് കയറി വരുന്നു. അവരോട് യൂണിഫോം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു മഴയാവുകൊണ്ട് യൂണിഫോം എടുക്കാൻ മറന്നുപോയി സാറേ. ഇത്തരത്തിൽ എന്താ പറയുക, അതിദയനീയമായ കാര്യങ്ങൾ പറയുന്നു. എന്തായാലും ജോൺ ബ്രിട്ടാസ് MP അത് വലിയ തരത്തിൽ ഗോളടിച്ചൊരു സാധനമായിരുന്നു. അദ്ദേഹം മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നതായിരുന്നു. അത് കൃത്യമായി അത് തടയുകയും അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് കോടതിയിൽ നീങ്ങുകയും കോടതിയിൽ ഈ പറഞ്ഞ പോലെ ഡൽഹി പോലീസിന് വലിയ തരത്തിൽ തിരിച്ചടിയാവുകയും ഐഷ ഘോഷിന് ഏകദേശം 1000 രൂപയുടെ ഫൈൻ അടക്കേണ്ടി വന്നു. എന്നിരുന്നാൽ പോലും ആ കേസുമായി ബന്ധപ്പെട്ട 1000 രൂപയുടെ ഫൈൻ അടക്കേണ്ട വന്ന അവസ്ഥ വന്നാൽ പോലും വലിയ തരത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവെല്ലാം കോടതി റദ്ദ് ചെയ്യപ്പെടുന്നു.
അപ്പം ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള കാര്യങ്ങളിലോട്ടെല്ലാം ഡൽഹി പോലീസ് നീങ്ങുന്നു. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഹൈപ്പ് കിട്ടിയത് CPM-നെ സംബന്ധിച്ചിടത്തോളം അത് SFIക്ക് തന്നെയാണ്. കാരണം ഈ സമരം തുടങ്ങുമ്പോൾ അഭിജിത് ദീപ്കെ ആദ്യമായി ഈ സമരത്തിലോട്ട് വരുമ്പോൾ വിളിച്ചത് MA ബേബി ആയിരുന്നു. സ്വാഭാവികമായിട്ടും MA ബേബിയോട് അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഇത്തരത്തിലൊരു സമരവുമായി മുമ്പോട്ട് വരുന്നുണ്ട്, നിങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുന്നു. മാത്രമല്ല അദ്ദേഹം മുമ്പോട്ട് വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം SFIയുടെ നേതാക്കന്മാരെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കൂടെ വിടണം എന്നുള്ളതാണ്. അതിൽ തന്നെ അദ്ദേഹം പേരെടുത്ത് പരാമർശിച്ച ഒരു നേതാവായിരുന്നു ഐഷി ഘോഷിൻ്റെ പേര്. സ്വാഭാവികമായിട്ടും CPM മീറ്റിംഗ് കൂടുന്നു, MA ബേബി അടക്കമുള്ള പല നേതാക്കന്മാരും കൂടുന്നു, SFIക്ക് ഈ സാധനം കൃത്യമായി ചുമതല ഏർപ്പെടുത്തി കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഐഷി ഘോഷ് അടക്കമുള്ള SFIയുടെ ദേശീയതല നേതാക്കന്മാരടക്കം ആ സമരമുഖത്ത് തിളങ്ങി നിൽക്കുന്നു. അപ്പം ഐഷി ഘോഷിൻ്റെ കാര്യം പല കാര്യങ്ങളും പറയാനുണ്ട്. 2020 മുതൽ ഐഷി ഘോഷിനെ BJPയും അതുപോലെ തന്നെ സംഘപരിവാറും കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. JNUവിലെ സമരവുമായി ബന്ധപ്പെട്ടെങ്ങാണ്ട് ഏകദേശം 90 ദിവസം സമരം നീണ്ടു നിന്ന് പോകുമ്പോൾ പോലും ഐഷി ഘോഷിനെ തലയടിച്ച് പൊട്ടിക്കുന്ന വലിയ തരത്തിലുള്ള കാര്യങ്ങളോട്ടെല്ലാം പോയതായിരുന്നു. എന്നിരുന്നാൽ പോലും അത് മറ്റൊരു സന്ദർഭത്തിൽ ഐഷി ഘോഷിനെ കുറിച്ച് പ്രത്യേകം പറയാനുള്ള ഒന്ന് തന്നെയാണ്. പക്ഷേ ഇങ്ങോട്ട് വരുമ്പം BJP സർക്കാർ ഒരുപാട് കാലത്തിന് ശേഷം വലിയ തരത്തിൽ തിരിച്ചടി നേരിടുന്നു. ഇപ്പോൾ ഞാനീ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് 2 മണിയൊക്കെ ആവുന്നു. അപ്പം എന്നിരുന്നാൽ പോലും ഈ സമയത്ത് കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ പഞ്ചാബ് സർക്കാരിനെതിരെ BJP ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട സമരം ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ആ സമരത്തിലോട്ട് പോകുമ്പോൾ അവർ പ്രധാനപ്പെട്ട ആവശ്യമായി മുമ്പോട്ട് വെക്കുന്നത് പഞ്ചാബിൽ ഭരിക്കുന്ന ആം ആദ്മി സർക്കാരിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നുള്ളതും അവിടെ ചോദ്യപേപ്പർ ചോർച്ച നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട BJP അവിടെ പോയി സമരം ചെയ്യുന്നു. കാരണം എന്താ പറയുക, CPM-ൻ്റെ അല്ലെങ്കിൽ BJP തോൽവിയുടെ അല്ലെങ്കിൽ BJPയുടെ ഈ മന്ത്രി പോയതിൻ്റെ കാര്യത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഇമേജ് ഡാമേജ് ഈ പറഞ്ഞ പോലെ BJPക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം എന്തായാലും വലിയ തരത്തിലുള്ള ഈ സാധനം പോകുന്നു. ഈ സമരം പൂർണ്ണമായി യുവാക്കളുടെ സമരം വിജയകരമായി എന്ന രീതിയിലോട്ട് പോകുന്നു. മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതുതായി E20 ജനതാ പാർട്ടി എന്ന പാർട്ടി കൂടി മുമ്പോട്ട് വരുന്നു. ആദ്യത്തെ യുവാക്കളുടെ സമരം മുമ്പോട്ട് വെച്ചിരുന്ന ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയായിരുന്നു എന്നുണ്ടെങ്കിൽ E20 ജനതാ പാർട്ടി മുമ്പോട്ട് വെക്കുന്നത് ഈ പറഞ്ഞ പോലെ നിതിൻ ഗഡ്കരിയുടെ രാജിയാണ്. കാരണം എഥനോളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പെട്രോളിലടക്കമുള്ള ഈ പറഞ്ഞ പോലെ എണ്ണകളിൽ അദ്ദേഹം 20% ഈ എഥനോൾ ചേർക്കുന്നു എന്നുള്ളതും ഇത് പല വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നു എന്നുള്ളതും ഇതിനെക്കുറിച്ച് യാതൊരുവിധ അസസ്മെൻറ്റ് കൃത്യമായി നടത്താതെയാണ് കേന്ദ്ര സർക്കാർ ഈ സാധനം ഇംപ്ലിമെൻറ്റ് ചെയ്തത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ പുതുതായി വരുന്ന പ്രശ്നങ്ങൾ. സ്വാഭാവികമായിട്ടും നിതിൻ ഗഡ്കരിയിലോട്ട് സാധനങ്ങൾ നീങ്ങുന്നു. ഇനി BJP അതിന് വഴങ്ങുമോ എന്നറിയില്ല. കാരണം ഈ പറഞ്ഞ പോലെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയിൽ തുടക്കത്തിൽ വഴങ്ങിയെന്നുണ്ടെങ്കിലും പിന്നീട് പല കാര്യങ്ങളിൽ നിന്നും BJP U-turn അടിക്കുന്നു. പല കാര്യങ്ങളും കേസ് പിൻവലിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പം അതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ പറഞ്ഞ പോലെ ഈ വിദ്യാർത്ഥി സംഘടനാ നേതാക്കന്മാർ കർഷക നേതാവായ രാകേഷ് ടിക്കായത്തുമായി കൂടിക്കാഴ്ച നടത്തുന്നു. പിന്നീട് അവർ രണ്ടുപേരും പാർലമെൻറ്റിലോട്ട് മാർച്ച് നടത്തും എന്ന് വരെ പറയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു വശത്ത് പോകുമ്പോൾ മറുവശത്ത് BJP തന്നെ സമരം ചെയ്യുന്നു ഈ പറഞ്ഞ പോലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് വേണ്ടിയിട്ട്. പക്ഷെ അത് പഞ്ചാബിൽ ആം ആദ്മിക്കെതിരെയായിരുന്നു. അതോടെ തന്നെ BJP പരാമർശിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. CJP അതായത് കൊക്കോജ് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടി അത് ആം ആദ്മിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് എന്നുള്ളതും ആം ആദ്മിയുടെ B ടീമാണ് അത് എന്നുള്ളതും. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലായിരിക്കും ഇനി ഇവരുടെ നിലപാട് എന്നുള്ളതും ആ നിലപാടുകൾക്ക് പൂർണ്ണമായി BJP വഴങ്ങിക്കൊടുക്കുമോ എന്നുള്ളതും. വഴങ്ങിക്കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ E20 ജനതാ പാർട്ടിയും ക്രൊക്കോജ് ജനതാ പാർട്ടിയും രാകേഷ് ടിക്കായത്തിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക സമര നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് തലസ്ഥാനത്തിനെ 3 വശത്തു നിന്നും വളയുമോ എന്നുള്ള കാര്യങ്ങളും ഇതിൽ BJP എന്ത് ചെയ്യും എന്നുള്ളതും എന്തായാലും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ ഇന്ത്യ വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമാകും എന്നുള്ളത് ഉറപ്പാണ്. രാജ്യതലസ്ഥാനം രാഷ്ട്രീയത്തിൻ്റെ ചൂടിൽ പൊള്ളും എന്നുള്ളതും ഉറപ്പാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് BJP ഏത് നിലപാടെടുക്കും എന്നുള്ളത്.